വ്യക്തമാണ്. എൻ ബാദുഷാ, താങ്കൾ പറഞ്ഞു വരുന്നതും ആ ഒരു കാര്യമായിരിക്കണമല്ലോ അല്ലേ? പരിസ്ഥിതി ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ വളരെ ശ്രദ്ധാലുക്കളായിട്ടുകൊണ്ട് ഇനിയൊരു ദുരന്തം ആവർത്തിക്കാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറയുന്നിടത്ത് ഇങ്ങനെയുള്ള മറ്റ് ചില പ്രഥമ പരിഗണനകളൊക്കെ ഉണ്ട്. തൊഴിൽ പരിശീലനം, വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം ആ പദ്ധതിയിൽ ഉൾക്കൊള്ളണം എന്നുകൂടി ഒരു നിർദ്ദേശമുണ്ടാവും ഇപ്പോൾ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ് സാറ് വയനാടിനെ പറ്റി വളരെ സമഗ്രമായി അറിയുകയും പഠിക്കുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടൊക്കെ പൊതുവെ എനിക്ക് യോജിപ്പാണുള്ളത്. പക്ഷെ എനിക്കൊരു കാര്യം വീണ്ടും പറയാനുള്ളത്, ഇതൊരു ഔദാര്യമല്ല, ഇതൊരു റൈറ്റ് ആണ് എന്നുള്ളത് ആദ്യം നമ്മൾ എത്തണം. സുഭാഷ് ചന്ദ്ര സാറ് തന്നെ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു മിഷനോ അതല്ലെങ്കിൽ ഒരു അതോറിറ്റിയോ ഉടൻ തന്നെ ഉണ്ടാവണം. അതിലേക്ക് സംഭാവനകൾ, അതിലേക്ക് പണം പൂൾ ചെയ്യണം. പല സംഘടനകളും, ഇപ്പം രാഹുൽ ഗാന്ധി, അതേപോലെ തന്നെ ഒരുപാട് വ്യക്തികളും സംഘടനകളും നൂറുകണക്കിന് വീടുകൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ അതോറിറ്റിയിലേക്ക് വരണം. അതല്ലാതെ മുസ്ലിം ലീഗ് 100 വീട്, അതായത് CPM-ന്റെ ചില പോഷക സംഘടനകൾ, അതെല്ലാം തന്നെ ഈ അതോറിറ്റിയിലേക്ക് പൂൾ ചെയ്ത് വയനാട്ടിലെ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു, വയനാട്ടിലെ ഉന്നതരും ഇടത്തരത്തിലുമായ ഉദ്യോഗസ്ഥ പടയിൽ മഹാഭൂരിപക്ഷവും അഴിമതിക്കാരാണ്. അവർ ഈ പദ്ധതിയെ തകർക്കുക തന്നെ ചെയ്യും. അവർക്ക് അതിനൊരു മനസാക്ഷിക്കുത്തുമില്ല. അതുകൊണ്ട് തന്നെ ശ്രീ സുഭാഷ് ചന്ദ്ര സാറ് പറഞ്ഞതുപോലെ വയനാടിനെ അറിയാവുന്ന സീനിയർ, വയനാടിനോട് പ്രതിബദ്ധതയുള്ള, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സീനിയർ IAS ഓഫീസേഴ്സ് ഉണ്ട്. അവരെയും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെയും കൊണ്ട് വളരെ പെട്ടെന്ന് എനിക്ക് ഇവിടുത്തെ പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഈ അസംബ്ലിയിൽ തന്നെ ഇത്തരത്തിലുള്ളതായ ഒരു നിയമനിർമ്മാണം, അതായത് അവിടുത്തെ വിക്ടിംസിന് ഔദാര്യമല്ല, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവർക്ക് മാന്യവും കൃത്യവുമായിട്ടുള്ള മതിയായ കോമ്പൻസേഷൻ അത് ഉറപ്പുവരുത്തണം. അതിനുശേഷമാണ്, അതിനൊപ്പമാണ് തൊഴിലവസരങ്ങളും ഒക്കെ വരുന്നത്. വയനാട്ടിലെ 85% ആൾക്കാർ കർഷക വൃത്തിയെ ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ വയനാട്ടിന്റെ വികസനത്തിന് വരുന്ന പണത്തിന്റെ 90% ഫ്ലോ ചെയ്യുന്നത് ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. ആ ടൂറിസം ആവട്ടെ വയനാടിന്റെ അന്തകനായിരിക്കുന്നു. ഇന്ന് എല്ലാവരും സമ്മതിക്കും. ആ ടൂറിസത്തെ ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ടൂറിസത്തെ, അൺകൺട്രോൾഡ് ടൂറിസത്തെ നമ്മൾ അകറ്റി നിർത്തുകയും സസ്റ്റെയിൻ ആയിട്ടുള്ള ടൂറിസത്തെ, കൃഷിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന, കൃഷിയെ പോഷിപ്പിക്കുന്ന, ആദിമനിവാസികൾക്ക് ഗുണം വരുത്തുന്ന ഒരു തീർച്ചയായിട്ടും. ശ്രീ സുഭാഷ് മിർസ, നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, 1 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ചില എക്സ്ട്രീം നിലപാടുകളിലേക്ക് കടക്കാൻ കഴിയാത്തൊരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കേരളത്തിൽ, എല്ലാവരും താമസിക്കുന്നത് കോൺക്രീറ്റ് വീടുകളിലാണല്ലോ, അങ്ങനെ ഒരു സാഹചര്യം. പക്ഷേ നമുക്ക് ഈ ദുരന്തങ്ങളിലൂടെ കടന്നു പോകാനും വയ്യ. അത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം, അത് പ്രായോഗികമാകും എന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ എല്ലാവർക്കും ഉണ്ടാകും. അല്ല, നമുക്കത് പ്രായോഗിക